ജനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും സമ്പാദിക്കുന്നതിനെക്കുറിച്ചും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുന്നതിനെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ മിക്കവാറും ജനങ്ങൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അറിയില്ല. ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കവർ ചെയ്യുന്ന ടോപ്പിക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഒരു ഷെയർ, എന്താണ് ഒരു IPO, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന എക്സ്ചേഞ്ചുകളുടെ കൂട്ടായ്മയാണ്. ഈ എക്സ്ചേഞ്ചുകൾ മുഖാന്തരം ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ഷെയർ മാർക്കറ്റ് ഒരു ഗുഡ്സോ സർവീസോ വിൽപ്പന ചെയ്യുന്നില്ല. അവർ വിൽപ്പന ചെയ്യുന്നത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെ ഡിജിറ്റൽ ഫോം ആയിരിക്കും. ലൈക്ക് ബിസിനസ് ഷെയർസ്. ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഡാറ്റയാണ്. ഒരാൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുക എന്നത് ആ കമ്പനിയുടെ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓണർഷിപ്പ് വാങ്ങിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. എന്തിനാണ് ഷെയറുകൾ ട്രേഡ് ചെയ്യുന്നത്? ഇതിനുള്ള ഉത്തരം ഒരു എക്സാമ്പിൾ മുഖാന്തരം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും അസറ്റ് ബാങ്കിൽ പണയം വെച്ച് കിട്ടുന്ന തുക ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പോരായ്മ എന്നുള്ളത് നിങ്ങൾ ബാങ്കിന് പലിശയും മുതലും തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. ഇതൊരു കോസ്റ്റ്ലി പ്രോസസ് കൂടിയാണ്. ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർ വിൽപ്പന ചെയ്ത് ആവശ്യമായ തുക കണ്ടെത്തുന്നു. ഈ ഷെയർ വിൽപ്പന ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ കമ്പനി സ്വന്തം ഷെയറുകൾ പബ്ലിക്കിന് വിൽപ്പന ചെയ്യുന്നു. അങ്ങനെ ആ കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറുന്നു. ഇങ്ങനെ വിൽപ്പന ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ആ പ്ലാറ്റ്ഫോമിനെയാണ് ഷെയർ മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ ഷെയർ മാർക്കറ്റുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും മുഖാന്തരം ലോകത്ത് എവിടെ നിന്നും ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്നു. ഓരോ രാജ്യത്തിനും അവരവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ഉദാഹരണം, അമേരിക്കയുടേത് NASDAQ, കാനഡ TSX, ഇന്ത്യയുടേത് NSE, ജപ്പാൻ JPX എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ എക്സ്ചേഞ്ചുകളുടെ എല്ലാം സഹായത്തോടെ ജനങ്ങൾക്ക് ഷെയർ വിൽക്കാനും വാങ്ങിക്കാനുമുള്ള സൗകര്യം ലഭിക്കുന്നു. അതുപോലെ കമ്പനികൾ സ്വന്തം ഷെയർ വിറ്റ് ആ പണം സ്വന്തം കമ്പനിയുടെ എക്സ്പാൻഷനിൽ വിനിയോഗിക്കുന്നു. ഇനി ഒരു IPOയെ കുറിച്ച് ഒരു എക്സാമ്പിൾ മുഖാന്തരം നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കമ്പനി ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് അതിൻ്റെ ഫസ്റ്റ് IPOയിൽ 421 മില്യൺ ഷെയറുകൾ $38 വിറ്റത്. ആ വഴി അവർക്ക് $1 ബില്യൺ സമ്പാദിക്കാൻ കഴിഞ്ഞു. ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ യൂഷ്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കമ്പനി എത്ര നന്നായി ബിസിനസ് ചെയ്യുന്നു എന്നും ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനു അനുസരിച്ചായിരിക്കും. അങ്ങനെ ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുകയും ഇൻവെസ്റ്റർക്ക് കൂടുതൽ പ്രോഫിറ്റ് ലഭ്യമാകുകയും ചെയ്യുന്നു. ചില സാഹചര്യങ്ങളിൽ ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ വളരെയധികം വർദ്ധിക്കുകയും വളരെ എക്സ്പെൻസീവായി തീരുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന ഫിനോമിന ഉണ്ടാവുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന ടേം ഒരു എക്സാമ്പിൾ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള കമ്പനി ആപ്പിൾ ആണ്. 1980-ൽ ആപ്പിൾ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്ത സമയത്ത് ആപ്പിളിൻ്റെ 10 ഷെയർ നിങ്ങൾ കരസ്ഥമാക്കിയിരുന്നെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നടത്താതെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ആപ്പിളിൻ്റെ 560 ഷെയർ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുമായിരുന്നു. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ വളരെ കൂടുതലാവുമ്പോൾ ആ കമ്പനി അതിൻ്റെ വാല്യൂ കുറക്കാൻ വേണ്ടി സ്പ്ലിറ്റ് എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഒരു ഷെയർ ഉള്ളവർക്ക് മറ്റൊരു ഷെയറും നൽകിക്കൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പനിയുണ്ട്. അതിൻ്റെ 100 ഷെയറുകൾ ഉണ്ട്. അതിൻ്റെ ഒരു ഷെയറിന് $50 വില. കുറേ കാലത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില $500 ആയി. ഈ സാഹചര്യത്തിൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിനും നിങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്ക് എക്സ്പെൻസീവായി തോന്നാൻ തുടങ്ങുന്നു. ഇതോടെ നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ സെല്ലിങ്ങും ബൈയിങ്ങും കുറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ സ്പ്ലിറ്റ് എന്ന പ്രോസസ്സ് നടത്തുന്നു.
ഈ പ്രോസസ്സ് വഴി നിങ്ങൾ നിങ്ങളുടെ ഷെയറിൻ്റെ മൂല്യം $250 ആക്കി ഓരോ ഷെയർ ഹോൾഡേഴ്സിനും പുതിയ ഒരു ഷെയർ കൂടി നൽകുന്നു. ഈ പ്രോസസ്സിലൂടെ കമ്പനിയുടെ വാല്യൂവിന് വലിയ ചേഞ്ചുകൾ സംഭവിക്കുന്നില്ല, പക്ഷേ കമ്പനിയുടെ ടോട്ടൽ ഷെയറിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് 200 ഷെയറുകൾ ഉണ്ടാവുന്നു. അതായത് ഒരു ഷെയർ വാങ്ങിച്ചവർക്ക് മറ്റൊരു ഷെയർ സൗജന്യമായി ലഭിക്കുന്നു. ഇനി ആപ്പിളിലേക്ക് തന്നെ തിരിച്ചു പോകാം. 1980 ലിസ്റ്റ് ചെയ്ത ആപ്പിളിൻ്റെ സ്റ്റോക്കിൻ്റെ അന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് $22 പെർ ഷെയർ ആയിരുന്നു. ആപ്പിളിൻ്റെ ആദ്യത്തെ 2-to-1 സ്പ്ലിറ്റ് നടക്കുന്നത് 1987 ആ സമയത്തെ ആപ്പിളിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് $79 ആയിരുന്നു. ആ സ്പ്ലിറ്റിന് ശേഷം ആപ്പിളിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില $39.50 പെർ ഷെയർ ആയി കുറഞ്ഞു. ഈ സ്പ്ലിറ്റിലൂടെ ആപ്പിളിൻ്റെ 10 ഷെയർ വാങ്ങിച്ച ഒരു ഇൻവെസ്റ്ററിനു 20 ഷെയർ എന്ന നിലയിലേക്ക് മാറി. ആപ്പിളിൻ്റെ രണ്ടാമത്തെ സ്പ്ലിറ്റ് നടക്കുന്നത് 2000 ഈ സമയത്ത് ആപ്പിളിൻ്റെ ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് $111 ആയിരുന്നു. ഈ സ്പ്ലിറ്റിലൂടെ 20 ഷെയർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് 40 ഷെയർ ആയി മാറി. ഓരോ ഷെയറിൻ്റെയും പുതിയ വില എന്നത് $55 ആയിരിക്കും. അതുകഴിഞ്ഞ് ആപ്പിൾ തേർഡ് സ്പ്ലിറ്റ് നടക്കുന്നത് 2005 ഈ സമയത്ത് ആപ്പിളിൻ്റെ ഒരു ഷെയറിൻ്റെ വില $90 ആയിരുന്നു. ഈ സ്പ്ലിറ്റിലൂടെ ആപ്പിളിൻ്റെ ഷെയറിൻ്റെ വില $45 ആയി മാറി. ഒരു 40 ഷെയർ ഉള്ള ആപ്പിളിൻ്റെ പ്രൈമറി ഇൻവെസ്റ്റർക്ക് ഇപ്പോൾ 80 ഷെയർ കയ്യിലുണ്ട് അറ്റ് എ കോസ്റ്റ് പ്രൈസ് ഓഫ് $45 പെർ ഈച്ച്. 2014 ആപ്പിൾ വീണ്ടും സ്വന്തം ഷെയർ സ്പ്ലിറ്റ് ചെയ്തു. അന്ന് ആപ്പിൾ 7:1 എന്ന റേഷ്യോയിലായിരുന്നു സ്പ്ലിറ്റ് ചെയ്തത്. അന്ന് ആപ്പിളിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ $560 ആയിരുന്നു. ആ സ്പ്ലിറ്റിലൂടെ ആദ്യം 10 ഷെയർ വാങ്ങിച്ചിരുന്ന ഒരു ഇൻവെസ്റ്ററിന് 560 ഷെയർ ലഭിച്ചു. അങ്ങനെ ഒരു ഷെയറിൻ്റെ വില $93 ആയി മാറി. ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ആപ്പിളിൻ്റെ ഒരു ഷെയറിൻ്റെ വില $320 എന്നാണ്. അതായത് $220 നിങ്ങൾ ആദ്യം വാങ്ങിച്ച ഒരു ആപ്പിളിൻ്റെ ഷെയറിൻ്റെ ഇന്നത്തെ വില $133,120 ആണ്. അതായത് ആപ്പിൾ അന്ന് സ്പ്ലിറ്റ് ചെയ്തില്ല എങ്കിൽ ഒരു ഷെയറിൻ്റെ വില എന്നത് ഏകദേശം $1,830 ആവുമായിരുന്നു. ഈ കണക്കുകൾ ഒരു സാധാരണ ഇൻവെസ്റ്റേഴ്സിന് വളരെ അട്രാക്റ്റീവായി തോന്നാം, പക്ഷേ ഇതിന് വിപരീതമായും സംഭവിക്കാറുണ്ട്. അതായത് ഒരു ബാഡ് ന്യൂസ് വരുമ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ കുത്തനെടിയാറുണ്ട്. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടം സംഭവിക്കാറുണ്ട്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ റൂമേഴ്സ് കാരണം ഷെയറിന്റെ വാല്യൂ കുത്തനെ ഉയരുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ തൽക്കാലം ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ആണെങ്കിലും ഭാവിയിൽ നഷ്ടം സംഭവിച്ചേക്കാം. ഇതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന കമ്പനി. ഇന്ന് ചില കമ്പനികൾ വൻ നഷ്ടത്തിൽ ആയിരിക്കാം, പക്ഷേ ആ കമ്പനിയുടെ ഐഡിയകൾ ഭാവിയിൽ പ്രോഫിറ്റബിൾ ആവാം എന്ന് വിചാരിച്ച് പല ഇൻവെസ്റ്റേഴ്സും അതിലേക്ക് ഒരുപാട് തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സ്നാപ്ചാറ്റ്. സ്നാപ്ചാറ്റ് ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്നു. പക്ഷേ ഷെയർ മാർക്കറ്റ് അതിനെ പോസിറ്റീവായി എടുക്കുകയും വളരെ കൂടുതൽ തുകക്ക് ലിസ്റ്റ് ചെയ്യാനും സാധിച്ചു. ഒരു ഇൻവെസ്റ്റർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആയിരുന്നു ഷെയർ മാർക്കറ്റ് ക്രാഷ്. ഇതിനു സാഹചര്യം ഒരുക്കിയത് അമേരിക്കയിലെ പല വമ്പൻ കമ്പനികളും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായി ഇന്റർനെറ്റ് ബേസ്ഡ് കമ്പനികളിൽ നിക്ഷേപിക്കുകയും ആ ഐഡിയ പരാജയപ്പെടുകയും അവർക്ക് കോടിക്കണക്കിന് തുകയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഒരു കൂട്ട സെല്ലിംഗ് നടക്കുകയും പല വമ്പൻ കമ്പനികളുടെയും ഷെയറുകൾ നിലംപൊത്തുകയും ചെയ്തു. ഈ ചാനലിൽ വരാൻ പോകുന്ന ബേസിക്സ് ഓഫ് ഷെയർ മാർക്കറ്റിംഗ് എന്ന ക്ലാസ്സിൽ ഫ്രീ ആയി പങ്കെടുത്തുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ ഇവന്റുകളെക്കുറിച്ചും അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും ഷെയർ മാർക്കറ്റിലെ ഓരോ ടേമുകളും അവ എന്തൊക്കെയാണെന്നും ഒരു ഇൻവെസ്റ്റർക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകളാണ് ഈ ചാനൽ വഴി ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കുന്നത്. അതിനുവേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.